കോതമംഗലത്ത് മൃതദേഹവുമായുള്ള പ്രതിഷേധ മാർച്ചിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസിൽ മാത്യു കുഴൽനാടൻ എം.എൽ.എക്കും ഡി.സി.സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനും ജാമ്യം. അന്വേഷണവുമായി സഹകരിക്കണമെന്ന അടക്കം ഉപാധികളോടുകൂടിയാണ് ജാമ്യം. ശ്യാം ദേവരാജ് തുടരുന്നുണ്ട്. ശ്യാം, അതേസമയം തന്നെ കേരളത്തിലെ കോടതിയിൽ ഇപ്പോൾ രണ്ട് പേർക്കും, അതായത് മുഹമ്മദ് ഷിയാസിനും മാത്യു കുഴൽനാടൻ എം.എൽ.എക്കും ജാമ്യം അനുവദിച്ചിരിക്കുന്നു. മാത്യു കുഴൽനാടനും മുഹമ്മദ് ഷിയാസും ഡീൻ കുര്യാക്കോസും ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എതിരെ രജിസ്റ്റർ ചെയ്തിരുന്ന സുപ്രധാനമായ കേസ്. കാരണം ആശുപത്രി മോർച്ചറിയിലേക്ക്, കോതമംഗലത്തെ സർക്കാർ ആശുപത്രി മോർച്ചറിക്കുള്ളിൽ കടന്നു കയറി ഈ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇന്ദിരയുടെ മൃതദേഹം എടുത്തുകൊണ്ട് പോയി എന്നതായിരുന്നു, പ്രതിഷേധത്തിന്റെ ഭാഗമായി എടുത്തുകൊണ്ട് പോയി എന്നതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ രജിസ്റ്റർ ചെയ്തിരുന്ന കേസ് ആശുപത്രി ആക്രമണവുമായി ബന്ധപ്പെട്ടും പൊതുമുതൽ നശിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസാണ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ജാമ്യമില്ലാ കുറ്റമായിരുന്നു രണ്ടുപേർക്കുമെതിരെ ചുമത്തിയിരുന്നത്. ഡി.സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും മാത്യു കുഴൽനാടനും എം.എൽ.എ ഉൾപ്പെടെ 14 കോൺഗ്രസ് പ്രവർത്തകരായിരുന്നു ഇതിൽ പ്രതികളായി ഉണ്ടായിരുന്നത്. ഇവർക്കാണ് ഇന്ന് കോടതി, കോതമംഗലം ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നൽകിയിരിക്കുന്നത്. അവർക്ക് ഇടക്കാല ജാമ്യം നേരത്തെ തന്നെ നൽകിയിരുന്നു. പോലീസ് അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ കഴിഞ്ഞ പുലർച്ചെ തന്നെ നൽകിയിരുന്നു. ആ ഇടക്കാല ജാമ്യം നേരത്തെ ഇടക്കാല ജാമ്യം ലഭിച്ചിരുന്നു, ഇപ്പോ പൂർണ്ണ ജാമ്യം ലഭിച്ചിരിക്കുന്നു. എന്നാൽ അന്വേഷണവുമായി സഹകരിക്കണമെന്നുള്ള ഉപാധിയുണ്ട്.